Hello future traders, welcome to Jetta University Discord community. So ഞാനിന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എങ്ങനെ നമ്മുടെ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിലേക്ക് ആക്സസ് എടുക്കാം എന്നുള്ളതിനാണ്. സോ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഡിസ്കോഡിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആദ്യം നിങ്ങൾ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ച് നിങ്ങൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് വെബ്സൈറ്റ് വഴിയും ആപ്പ് വഴി നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. നിങ്ങൾ മൊബൈൽ ഫോണിൽ ഓൾറെഡി നിങ്ങൾക്കൊരു ആപ്പ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. അതല്ല നിങ്ങൾ വെബ്സൈറ്റ് വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുത്തിട്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ എനിക്ക് ഓൾറെഡി ഒരു അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാനിവിടെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ലോഗിൻ ചെയ്യാൻ പോകുന്നത്. സോ വെയിറ്റ് എ സെക്കൻഡ്. സോ ഇതാണ് നമ്മുടെ ഡിസ്കോഡ്. ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ നിങ്ങൾ കാണുന്നില്ലേ, ഈ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസ് വരും. ഇവിടെ നിങ്ങൾ ജോയിൻ സെർവർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ഡിസ്കോഡ് സെർവറിൻ്റെ ലിങ്ക് നമ്മൾ അയച്ചിട്ടുണ്ടാകും നമ്മുടെ ടെലഗ്രാം ചാനലിൽ. സോ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ജോയിൻ സെർവർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മളെ ജെറ്റ യൂണിവേഴ്സിറ്റിയുടെ ചാനൽ വന്ന് കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വെൽക്കമിൽ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്, അതെന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതാണ് വെൽക്കം ടു ജെറ്റ യൂണിവേഴ്സിറ്റി. കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ താഴെ കുറേ ലിങ്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ ജെറ്റ യൂണിവേഴ്സിറ്റി നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ജെറ്റ യൂണിവേഴ്സിറ്റിൻ്റെ വെബ്സൈറ്റിൻ്റെ ലിങ്കാണ്. സോ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ചും നിങ്ങൾക്കുള്ള കുറച്ച് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. നെക്സ്റ്റ് അക്കൗണ്ട് ഓപ്പണിംഗ് ആണ്. അപ്പോൾ ഇതുവരെ ജെറ്റ FX ബ്രോക്കറിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ലിങ്കാണിത്. അപ്പോൾ അക്കൗണ്ട് ഓപ്പണിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജെറ്റ FX ബ്രോക്കറിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഫ്രീ കോഴ്സസ് ആണ്. അപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് ഫോറക്സിൻ്റെ അബ്സല്യൂട്ട് ബേസിക്സ് മുതൽ ഒരു അഡ്വാൻസ് ലെവൽ വരെ പഠിക്കുന്ന ഫ്രീ കോഴ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ പോയി കഴിഞ്ഞാൽ ആക്സസ് എടുക്കാം. നെക്സ്റ്റ് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ലിങ്ക്ഡിനിലൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയസാണ്. ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ യൂട്യൂബിലൊക്കെ നമ്മൾ ഓൾറെഡി പോയിട്ടുള്ള വെബിനാർസിൻ്റെ പ്രീ റെക്കോർഡ് സെഷൻസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഉപകാരമായിരിക്കും. കാരണം നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വെബിനാർസും കാര്യങ്ങളൊക്കെയാണ്. ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള ഇൻഫോർമേറ്റീവുള്ള പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെർവർ നാവിഗേഷനിലേക്ക് നമ്മൾ പോകുന്നത്. അതിൽ റൂൾസ് ഉണ്ട്, FAQ ഉണ്ട്, അബൌട്ട് us, ചാറ്റ്, മെൻ്റൽ ചാറ്റ്, കോമ്പറ്റീഷൻ, ഈ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഈ ചാനലിൽ നിങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല, അതെങ്ങനെ നിങ്ങൾക്ക് കാണാം അല്ലെങ്കിൽ അതിലോട്ട് എങ്ങനെ പോകാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റെപ്പ് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് വെൽക്കമിൻ്റെ താഴെയായിട്ട് റൂൾസ് ഡിസ്ക്ലെയിമർ എന്നുള്ളൊരു ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാനലാണ്. ആൻഡ് നമ്മൾ കറക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ടെമ്പററി ബാൻ തരും. അത് വലിയൊരു വയലേഷൻ ആണെങ്കിൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് വരെ നമ്മൾ ബാൻ ചെയ്തേക്കാം. ഇത് നമ്മൾ കീപ്പ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് നമ്മളിത് കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ അത് വളരെയധികം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വായിച്ചിട്ട് നിങ്ങൾ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വെരിഫിക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഒരു തവണ മാത്രം ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആഡ് മെമ്പർ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തന്നെ നമുക്കിവിടെ നെക്സ്റ്റ് ചാനൽസൊക്കെ ഓപ്പൺ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റൂൾസ് ഡിസ്ക്ലെയിമറിന് താഴെ FAQ ഉണ്ടാവും. അതിൽ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് നെക്സ്റ്റ് ഹൂ വി ആർ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാനൽ വരുന്ന അനൗൺസ്മെൻറ്റും കാര്യങ്ങളാണ്. സോ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന അപ്കമിങ് ഇവൻറ്റ്സ് അപ്ഡേറ്റ് ചെയ്യുന്ന ചാനലാണ്. സോ അതൊരു 2 days ബിഫോർ മുന്നേ നിങ്ങൾ അലേർട്ട് ചെയ്യിക്കുന്നതായിരിക്കും നമ്മൾ. സോ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നിങ്ങളിത് ചെക്ക് ചെയ്യുക. കാരണം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ മിസ്സാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയിലോട്ട് പോവാണ്. ഫോറക്സ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ചാനലാണ് ജനറൽ ചാറ്റ്. ജനറൽ ചാറ്റ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോറക്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളൊക്കെ ഫ്യൂച്ചർ ട്രേഡേഴ്സാണ്. സോ നിങ്ങൾക്ക് ട്രേഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ചാനലാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ചാറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കാണാം. സോ നിങ്ങൾക്ക് എന്ത് ഡൗട്ടോ കാര്യങ്ങളുണ്ടോ ഇവിടെ ചോദിക്കാം. നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണ് ജനറൽ ചാറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് വരുന്ന ഇമ്പോർട്ടൻറ്റ് ചാനലാണ് മെൻറ്റർ ചാറ്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് മെൻറ്റേഴ്സുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ചാനലാണ്. സോ അതിനൊരു സ്പെസിഫിക് ടൈം പീരീഡ് ഉണ്ടാവും. അത് നമ്മൾ മുകളിൽ എല്ലാ മോർണിംഗ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ടാവും. ഇതവിടെ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും.
ഇനി ഒരു സ്പെസിഫിക് മെൻറ്ററായിട്ട് നിങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആളെ മെൻഷൻ ചെയ്തിട്ട് വേണം നിങ്ങൾ മെസ്സേജ് അയക്കാൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളിതവിടെ അറ്റ് കൊടുത്തിട്ട് വിഷ്ണു അരവിന്ദനായിട്ടാണ് സംസാരിക്കേണ്ടതെങ്കിൽ ഇവിടെ കൊടുത്ത് മെസ്സേജ് അയച്ചാൽ മാത്രമേ ആ സ്പെസിഫിക് മെൻറ്ററിന് നോട്ടിഫിക്കേഷൻ പോവുള്ളൂ. എന്നാൽ മാത്രമേ അവർക്ക് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാനലാണ് ട്രേഡ് സെറ്റപ്സ്. ഇവിടെ നിങ്ങളെ ബ്യൂട്ടിഫുൾ ട്രേഡ് സെറ്റപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഷെയർ ചെയ്യാവുന്നതാണ്. ഞാൻ അതിന് പുറമെ നമ്മൾ മെൻറ്റേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്സും ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. അത് നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആക്കാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചാനലാണ് സ്ട്രാറ്റജീസ്. അപ്പം നമ്മൾ യൂട്യൂബ് ലൈവിൽ നമ്മൾ ഓൾറെഡി ബിൽഡ് ചെയ്ത സ്ട്രാറ്റജീസിനെ കുറിച്ചുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ ബിൽഡ് ചെയ്യുന്ന സ്ട്രാറ്റജീസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളിവിടെ PDF ഫയൽസ് നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ സ്റ്റഡി പർപ്പസിന് വേണ്ടി നിങ്ങൾക്കത് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് നെക്സ്റ്റ് വരുന്ന ചാനൽ P&L എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. സോ നിങ്ങൾ എടുക്കുന്ന ട്രേഡ്സ് കാര്യങ്ങൾ നിങ്ങളുടെ സെറ്റപ്സ് ഒക്കെ ഇവിടെ ഷെയർ ചെയ്യേണ്ടതാണ്. ഇതെന്തിനാ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മെൻറ്റേഴ്സിന് നിങ്ങളുടെ ട്രേഡ് സെറ്റപ്പും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്സ് കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി തരാൻ പറ്റും. സോ നിങ്ങൾക്കത് ഫ്യൂച്ചറിലേക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും. നമുക്ക് ഫ്യൂച്ചറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ ആ ട്രേഡ് സെറ്റപ്പിൻ്റെ ക്വാളിറ്റി ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടുള്ള ചാനലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓർ P&L എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ സോഷ്യൽ മീഡിയ കാറ്റഗറിയാണ്. അതിലാണ് യൂട്യൂബ് ലൈവ് എന്ന് പറഞ്ഞ ഒരു ചാനൽ വരുന്നുണ്ട്. അവിടെ നമ്മൾ യൂട്യൂബിൽ നമ്മൾ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്ത് നമ്മൾ വെബിനാർസിൻ്റെ സെഷൻസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ ക്ലാസ് കാര്യങ്ങളൊക്കെ ലൈവിൽ പോകുന്നുണ്ടാവും, നമ്മൾ യൂട്യൂബിലായിരിക്കും. സോ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. സോ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇൻസ്റ്റഗ്രാമാണ് വരുന്നത്. ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള റീൽസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും, അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫോളോ ചെയ്തിരിക്കുക നമ്മൾ ഇൻസ്റ്റഗ്രാം. സോ നിങ്ങൾക്ക് ഈസി ആയിട്ടും അതും കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കാറ്റഗറിയാണ് റിവാർഡ് കാറ്റഗറി. നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിൽ പല രീതിക്ക് നിങ്ങൾക്ക് റിവാർഡ്സ് കളക്ട് ചെയ്യാം. അതിൽ ഫസ്റ്റ് ഒരു വേ ആണ് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത്. നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും ഇതിൻ്റെ റിവാർഡ് കളക്ട് ചെയ്യൽ. അതിലെങ്ങനെ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ ഒരു നിങ്ങൾക്ക് ക്രിയേറ്റ് ഇൻവൈറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണുന്ന ലിങ്ക് കോപ്പി ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക. സോ നിങ്ങൾ എത്ര മാക്സിമം ആളുകൾ നിങ്ങൾ കൊണ്ടുവരുന്നു, സോ നിങ്ങൾ റിവാർഡ് വിൻ ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലായിരിക്കും. സോ നമ്മൾ റിവാർഡ് കൊടുക്കുന്നുണ്ടാവുക 1 മന്ത് ടൈം പീരീഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ റിവാർഡ്സ് കൊടുക്കുന്നുണ്ടാവുക. സോ നിങ്ങളൊരു 1 മന്തിൽ എത്ര പേരെ കൊണ്ടുവരുന്നു എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും നമ്മൾ റിവാർഡ് കൊടുക്കുന്നുണ്ടാവുക. അപ്പം നമ്മൾ നെക്സ്റ്റ് ചാനൽ വിന്നേഴ്സിൻ്റെ ചാനലിൽ നമ്മളത് അനൗൺസ് ചെയ്യുന്നുണ്ടാവും, ആരാണ് വിന്നർ എന്നുള്ളതൊക്കെ. ആൻഡ് ഗിവ് അവേയ്സ് ആണ്. അപ്പോൾ നമ്മൾ ഫ്യൂച്ചറിൽ അടിപൊളിയായിട്ടുള്ള ഗിവ് അവേയ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ചാനലാണ് ഗിവ് അവേയ്സ്. സോ നിങ്ങൾക്ക് റിവാർഡ് കളക്ട് ചെയ്യാനുള്ള സെക്കൻഡ് വേ ആണ് നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ എത്രത്തോളം ആക്റ്റീവായിട്ടിരിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് റിവാർഡ് കളക്ട് ചെയ്യാൻ പറ്റുക. സോ ഞാൻ അത് എക്സാമ്പിൾ വെച്ച് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ജനറൽ ചാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സുജിൻ ഹാസ് റീച്ച്ഡ് ലെവൽ 2 എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അത് എത്രത്തോളം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതിനനുസരിച്ചാണ് ലെവൽ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. സോ നിങ്ങൾ ലെവൽ 2 കഴിഞ്ഞ് ലെവൽ 3 ഉണ്ട്, ലെവൽ 4 ഉണ്ട്. ഈ ലെവൽ 4ൻ്റെ മുകളിലോട്ട് നിൽക്കുന്ന അല്ലെ ലെവൽ 4 മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്ക് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള കോമ്പറ്റീഷൻസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിവാർഡ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് റിവാർഡ്സ് ആണ്. സോ നിങ്ങൾ മാക്സിമം ആക്റ്റീവായിട്ടിരിക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ലെവൽ 4 റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ലെവൽ 4 മുതൽ മുകളിലോട്ടുള്ള ആളുകൾക്കായിരിക്കും നമ്മൾ സ്പെഷ്യൽ കോമ്പറ്റീഷൻസ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇനി റിവാർഡ് കളക്ട് ചെയ്യാനുള്ള തേർഡ് വേ എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻസ് ആണ്. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് അടിപൊളിയായുള്ള കോമ്പറ്റീഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് നമ്മൾ അനൗൺസ്മെൻറ്റ് ചാനലിൽ ഇവിടെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഇതിൻ്റെ മോട്ടീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രേഡേഴ്സിനെ ബിൽഡ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻസ് കാര്യങ്ങളാണ്. ഹ്യൂജ് ക്യാഷ് പ്രൈസസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നിങ്ങൾ മാക്സിമം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് ഓഫ് ടോപ്പിക്. അതിൽ നിങ്ങൾക്ക് 4 ചാനൽസ് കാണാം. മോട്ടിവേഷൻസ്, മീംസ്, സൈക്കോളജി. സോ ഇതിലൊക്കെ നിങ്ങൾക്ക് മോട്ടിവേഷൻ പരമായിട്ടുള്ള നിങ്ങൾക്ക് മീംസ് കാര്യങ്ങൾ അല്ലെങ്കിൽ റീൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാവുന്നതാണ്. മീംസിലും അതുപോലെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സൈക്കോളജിക്കലായിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് ഇവിടെ ഷെയർ ചെയ്യാം. ആൻഡ് ഇവിടെ ജനറൽ ചാറ്റ് ഉണ്ട്. ബട്ട് നിങ്ങൾക്ക് 2 ജനറൽ ചാറ്റ് കാണാം. ഫോറക്സ് കാറ്റഗറിയിലും ഒരു ജനറൽ ചാറ്റ് ഉണ്ട്, നമ്മൾ ഓഫ് ടോപ്പിക്കിലും ജനറൽ ചാറ്റ് ഉണ്ട്. ഓഫ് ടോപ്പിക്കിലെ ജനറൽ ചാറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഓഫ് ടോപ്പിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ സംസാരിക്കാവുന്നതാണ്. ബട്ട് നിങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ കുറച്ച് കാര്യങ്ങൾ റീഡ് ചെയ്തിട്ടുണ്ടാവും. ആ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെമ്പററി ബാൻ വരെ കിട്ടിയേക്കാം. ചിലപ്പോൾ അത് പെർമനൻറ്റും ആയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫോറക്സിലെ ജനറൽ ചാറ്റിൽ ഫോറക്സ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. ഈ ഓഫ് ടോപ്പിക്കിലെ ജനറൽ ചാറ്റിൽ ഓഫ് ടോപ്പിക് പരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിക്കാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള
ഫുൾ ചാനൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി ഫ്യൂച്ചറിൽ നമുക്ക് ആൽഗോനെ കുറിച്ചുള്ള ചാനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാവും. സോ ആ സമയത്ത് നിങ്ങൾക്ക് ആക്സസ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, അപ്പം നിങ്ങൾ മാക്സിമം നമ്മളെ കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക, റിവാർഡ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് നമ്മളിവിടെ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻസ് ലെവൽ ഫോറക്സ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ഫ്യൂച്ചറിൽ ഒരു ബ്യൂട്ടിഫുൾ ട്രേഡ് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. സോ ഓൾ ദ ബെസ്റ്റ് ഫ്യൂച്ചർ ട്രേഡേഴ്സ്.